സുബ്ഹാനഹു വ തആല നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. വളരെ പവിത്രമായ മുഹറം മാസത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കറിയാം. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അത്യുജ്വലമായ ത്യാഗത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയുമൊക്കെ സ്മരണയും സന്ദേശവുമാണ് മുഹറം പകർന്നു നൽകുന്നത്. അത്തരത്തിലുള്ള മുഹറമിൻ്റെ ഓർമ്മകൾ വിശ്വാസികളുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും തന്നെ മാഞ്ഞു പോവുകയില്ല. ഓരോ വർഷവും മുഹറം മാസം കടന്നു പോകുമ്പോൾ നൂറ്റാണ്ടുകളായി മുസ്ലിം ജനകോടികളുടെ മനസ്സുകളിലൂടെ മുഹറമിൻ്റെ പാഠങ്ങൾ തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഓർമ്മിച്ചെടുക്കാൻ ഒരുപാടുള്ളവർക്കാണ് വരും തലമുറകൾക്ക് വേണ്ടി ഓർമ്മകൾ ബാക്കി വയ്ക്കാൻ കഴിയുക. അല്ലാത്തവർക്ക് നിർമ്മിക്കാൻ കഴിയുക ഓർമ്മകളല്ല, ദുരന്തങ്ങളായിരിക്കും. അത്തരം ദുരന്തങ്ങൾ ബാക്കി വയ്ക്കുന്ന, അത്തരം ദുരന്തങ്ങൾ സമ്മാനിക്കുന്ന ചിത്രങ്ങളാണ് ലോകത്തും രാജ്യത്തും നമ്മുടെ കേരളത്തിലുമൊക്കെ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മുഹറത്തിൽ നമുക്ക് ധാരാളം ഓർക്കാനും പഠിക്കാനുമുള്ള കാര്യങ്ങളുണ്ട്. അതിലൊന്നാമത്തത്, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ ജനത ഫറോവയുടെ കീഴിൽ നിന്ന് രക്ഷപ്പെട്ട് വിമോചിതനായ ചരിത്രമാണ് മുഹറത്തിൻ്റെ ഒന്നാമത്തെ പാഠം എന്ന് പറയുന്നത്, ഓർമ്മ. രണ്ടാമത്തത്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുയായികളും മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയ ഹിജറ, ആ ഹിജറയുടെ അനന്തരഫലങ്ങളും അതിൽ നിന്നുള്ള പാഠങ്ങളുമാണ് രണ്ടാമതായിട്ട് നമുക്ക് ഓർക്കാനുള്ളത്. മറ്റൊന്ന്, ഹിജറ 6-ാം ദശകത്തിൻ്റെ ഒടുവിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥാപിച്ച ഒരു ഇസ്ലാമിക സ്റ്റേറ്റ്, ഒരു ഇസ്ലാമിക വ്യവസ്ഥ, അതിനെ സംരക്ഷിക്കാൻ വേണ്ടി റസൂലിൻ്റെ പേരക്കുട്ടി ഹുസൈൻ റളിയല്ലാഹു അൻഹു നടത്തിയ തന്ത്രപരമായ നീക്കത്തെ യസീദും പട്ടാളവും യൂഫ്രട്ടീസിൻ്റെ തീരത്ത് തടയുകയും 60-ലധികം വരുന്ന നബി കുടുംബത്തിൽപ്പെട്ടവരെ വധിക്കുകയും ചെയ്ത കർബല എന്ന് പറയുന്ന മഹാദുരന്തത്തിൻ്റെ ഓർമ്മകളും അതിൻ്റെ പാഠങ്ങളുമാണ്. അപ്പം ഇതൊക്കെ മുഹറത്തിലൂടെ നമ്മൾ വായിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യേണ്ടുന്ന ചില ചിത്രങ്ങളാണ്. മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ ലോകത്ത് 2 മതങ്ങളുണ്ട് എന്നാണ്. ഒന്ന് പ്രവാചകന്മാരുടെ മതമാണ്, മറ്റൊന്ന് പുരോഹിതന്മാരുടെ മതമാണ്. ഈ 2 മതങ്ങളും വളരെ വ്യത്യസ്തമാണ്. പുരോഹിത മതത്തിന് പല ലക്ഷ്യങ്ങളുമുണ്ട്. നമ്മളതൊക്കെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ നാട്ടിലും ലോകത്തുമൊക്കെ. അതേസമയം പ്രവാചകന്മാർ ലോകത്ത് കൊണ്ടുവന്നൊരു മതമുണ്ട്. ആ പ്രവാചക മതത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ലോകത്തുള്ള മനുഷ്യരുടെ വിമോചനമാണ്. എവിടെയൊക്കെ മനുഷ്യർ പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ടോ, എവിടെയെല്ലാം മനുഷ്യർ അടിമകളായി മാറുന്നുണ്ടോ, അവിടെ നിന്നെല്ലാം മനുഷ്യരെ വിമോചിപ്പിച്ചെടുക്കുക എന്ന ദൗത്യമാണ് പ്രവാചക മതത്തിൻ്റെ ആളുകൾ എല്ലാ കാലഘട്ടത്തിലും നിർവഹിച്ചിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിൽ പ്രവാചകന്മാരുടെ വരവിനെ കുറിച്ചുകൊണ്ട് പറഞ്ഞത് ലിതുഖ്രിജന്നാസ മിനൽ-ളുലുമാതി ഇലൻ-നൂർ, ഇരുട്ടുകളിൽ നിന്ന്, ജനങ്ങൾ അകപ്പെട്ടിരിക്കുന്ന ഇരുട്ടറകളിൽ നിന്ന് വെളിച്ചത്തിൻ്റെ ലോകത്തേക്ക് മനുഷ്യ സമൂഹത്തെ കൈപിടിച്ചുയർത്തലാണ്, വിമോചിപ്പിക്കലാണ് പ്രവാചകന്മാരുടെ ലക്ഷ്യമെന്ന് വിശുദ്ധ ഖുർആൻ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു വർത്തമാനം പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ ചരിത്രത്തിൽ സംഭവിച്ചിട്ടുള്ള പോരാട്ടങ്ങൾ, വിമോചന പോരാട്ടങ്ങൾ, അത് മുഹറത്തിലുള്ളതാവട്ടെ അതല്ലാത്തതാവട്ടെ, പ്രവാചകന്മാരുടെ കാലഘട്ടം മുതൽ ഇന്ന് വരെ ചരിത്രത്തിൽ സംഭവിച്ചിട്ടുള്ള വിമോചന പോരാട്ടങ്ങൾ, സമരങ്ങൾ, ഇതൊന്നും ഒരൊറ്റ ദിവസം കൊണ്ടുണ്ടായിട്ടുള്ള സംഭവങ്ങളല്ല. നമുക്കറിയാം, വ്യക്തികളും സമൂഹങ്ങളുമൊക്കെ ഒരു പ്രത്യേക ദിശയിലൂടെ സഞ്ചരിക്കുകയും അതിൻ്റെ മുമ്പിൽ ചില തടസ്സങ്ങൾ ഉണ്ടാവുകയും ചെയ്യുമ്പോൾ സംഭവിക്കുന്ന നിർണായകമായ ചില വഴിത്തിരിവുകളാണ്
കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ നമ്മൾ വായിക്കുന്ന പോരാട്ടങ്ങളും വിമോചന സമരങ്ങളുമൊക്കെ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഞാൻ സൂചിപ്പിച്ചല്ലോ, മുഹറം മാസത്തിൽ സംഭവിച്ചിട്ടുള്ള അതിപ്രധാനമായ ഒരു പോരാട്ടമായിരുന്നു, ഒരു വിമോചന പോരാട്ടമായിരുന്നു മൂസാ പ്രവാചകൻ്റേത് എന്ന് നമുക്കറിയാം. മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമയ്ക്ക് ആരോടാണ് ഏറ്റുമുട്ടേണ്ടി വന്നത്? ഫറോവയോടാണ്. ഇതെന്തിനാണ് സൂചിപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ, 2025 ഇന്ത്യ പോലുള്ളൊരു പശ്ചാത്തലത്തിൽ ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം മുഹറം മാസത്തിൽ സംഭവിച്ചിട്ടുള്ള പോരാട്ട ചരിത്രങ്ങളിൽ നിന്ന് ഈ കാലഘട്ടത്തിലെ വിശ്വാസികൾക്ക് പഠിക്കാനും മനസ്സിലാക്കാനും പ്രചോദനം ഉൾക്കൊള്ളാനുമുണ്ട് എന്നതുകൊണ്ടാണ് മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമയ്ക്ക് ഏറ്റുമുട്ടേണ്ടി വന്നത് ആരോടായിരുന്നു? ഫറോവയോടാണ്. ആരാണ് ഫറോവ? ഏകാധിപതിയായ, സ്വച്ഛാധിപതിയായ, അധികാരഭ്രാന്ത് തലക്ക് പിടിച്ച ഫറോവ. എന്താ സംഭവിച്ചത്? അധികാരഭ്രാന്ത് തലക്ക് പിടിച്ച ഫറോവ അന റബ്ബുക്കുമൽ അഅ്ല, ഈ നാടിൻ്റെ, ഈ ഈജിപ്തിൻ്റെ അധികാരി ഞാനാണ്, നിങ്ങളുടെ റബ്ബ് ഞാനാണ്, എന്ത് നടക്കണം എന്ത് നടക്കണ്ടെന്ന് തീരുമാനിക്കേണ്ടത് ഞാനാണ് എന്നൊക്കെ പറഞ്ഞ ആ ഫറോവ ഇസ്രായേൽ വംശത്തെ മർദ്ദിച്ചവശരാക്കി. അറുകൊലകളും മാനഭംഗങ്ങളും തുടർന്നു. പിഞ്ചു കുട്ടികൾ പോലും ആ ഫറോവയുടെ അക്രമത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടില്ല. വിശുദ്ധ ഖുർആൻ ചിത്രീകരിക്കുന്നുണ്ട്, ഇന്ന ഫിർഔന അലാ ഫിൽ അർദ് വജഅല അഹ്ലഹാ ശിയഅ. ഫിർഔൻ അവന്റെ നാട്ടിൽ അഹങ്കരിച്ചു. തൻ്റെ നാട്ടുകാരായ ആളുകളെ പല തട്ടുകളാക്കി, പല കക്ഷികളാക്കി, ഗ്രൂപ്പാക്കി മാറ്റി മനുഷ്യരെ ഭിന്നിപ്പിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതിൽ ഒരു വിഭാഗത്തെ മർദ്ദിച്ചവശരാക്കി. അവരിൽ ആൺകുട്ടികളെ അറുകൊല ചെയ്തു, പെൺകുട്ടികളെ മാനഭംഗപ്പെടുത്തി. അയാൾ വിനാശകാരികളിൽ പെട്ടവനായിരുന്നു എന്ന് വിശുദ്ധ ഖുർആൻ സൂറ ഖസസിലൂടെ പ്രഖ്യാപിക്കുകയാണ്. അങ്ങനെ നാട്ടിൽ തമ്മാടിത്തരം കാണിച്ച പിഞ്ചു മക്കളെപ്പോലും അറുകൊല നടത്തിയ, സമാധാനം ഇല്ലാതാക്കിയ ഫറോവ എന്ന് പറയുന്ന ഏകാധിപതിക്കെതിരെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ മൂസയെ അള്ളാഹു ഇറക്കി വിടുകയാണ്. മൂസാ പ്രവാചകൻ അലൈഹിസ്സലാത്തു വസ്സലാമയെ ഈ ഫറോവയെ തിരുത്താൻ, ഇസ്രായേലിനെ മോചിപ്പിക്കാൻ. ഇതിനാദാഹു റബ്ബുഹു ബിൽ വാദിൽ മുഖദ്ദസി തുവ. മൂസാ പ്രവാചകനോട് അള്ളാഹു പറയാൻ, ഇദ്ഹബ് ഇലാ ഫിർഔൻ ഇന്നഹു തആ. ഫറോവയുടെ അടുക്കലേക്ക് പോകണം, ഫിർഔനിന്റെ കൊട്ടാരത്തിലേക്ക് കയറി ചെല്ലണം. ഇന്നഹു തആ, അവൻ വല്ലാതെ അതിക്രമം കാണിച്ചു കൊണ്ടിരിക്കുന്നു, അവൻ അതിരുകവിഞ്ഞുകൊണ്ടിരിക്കുന്നു. നാട്ടിൽ മനുഷ്യരെ തട്ടുകളാക്കി തിരിച്ച്, ഗ്രൂപ്പാക്കി തിരിച്ച്, അതിലേറ്റവും പാവപ്പെട്ട മനുഷ്യ വിഭാഗത്തെ ജീവിക്കാൻ പോലും അനുവദിക്കാതെ താന്തോന്നിയായി മാറിക്കൊണ്ടിരിക്കുന്നു ആ നാട്ടിലെ ഭരണകൂടവും ഭരണാധികാരിയും. അതുകൊണ്ട് മൂസ, നീ ആ ഫറോവയുടെ കൊട്ടാരത്തിലേക്ക് കയറി ചെല്ലണം. അങ്ങനെയാണ് മൂസാ പ്രവാചകൻ അലൈഹിസ്സലാം വിമോചകനായി, പോരാളിയായി ഫറോവ എന്ന് പറയുന്ന ധിക്കാരിയുടെ സദസ്സിൽ ചെന്ന് സംസാരിക്കുന്നത്. വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നുണ്ടത്. പ്രപഞ്ചനാഥനെ പരിചയപ്പെടുത്തിയ ശേഷം മൂസാ പ്രവാചകൻ പറയുന്ന വർത്തമാനമുണ്ട്, ഫഅതിയാഹു ഫഖൂല ഇന്നാ റസൂല റബ്ബക് ഫഅർസിൽ മഅനാ ബനി ഇസ്രായീൽ. ഞാൻ അല്ലാഹുവിൻ്റെ പ്രവാചകനാണെന്നൊക്കെ പറഞ്ഞ് സ്വയം പരിചയപ്പെടുത്തിയ ശേഷം ഫറോവയുടെ കൊട്ടാരത്തിൽ ചെന്നുകൊണ്ട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്ന വർത്തമാനം എന്താ? അർസിൽ മഅനാ ബനി ഇസ്രായീൽ. നീ അടിച്ചമർത്തിക്കൊണ്ടിരിക്കുന്ന ഇന്നാട്ടിലെ ഏറ്റവും താഴ്ന്ന വിഭാഗമുണ്ടല്ലോ, നീ തട്ടുകളാക്കി തിരിച്ച് മാറ്റിവെച്ചിരിക്കുന്ന ആ താഴ്ന്ന വിഭാഗമുണ്ടല്ലോ, ബനൂ ഇസ്രായീൽ, അവരെ നീ തൊട്ടുപോകരുത്, എൻ്റെ കൂടെ വിട്ടയക്കണം. വലാ തുഅദ്ദിബുഹും, അവരെ നീ ശിക്ഷിക്കരുത്, എൻ്റെ കൂടെ വിട്ടയക്കണം എന്ന് പറഞ്ഞിട്ട് ബനൂ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു വിഭാഗം, ന്യൂനപക്ഷത്തിന് വേണ്ടി, പോരാട്ടത്തിന് വേണ്ടി ഇറങ്ങിയതാണ് മൂസാ പ്രവാചകൻ അലൈഹി സ്വലാത്തു വസ്സലാം. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മുഫസ്സിരീങ്ങൾ പറയുന്നുണ്ട്. അള്ളാഹ് പറയാണല്ലോ, മൂസാ നബിയോട് അള്ളാഹ് പറയാണ്, ഫറോവയുടെ കൊട്ടാരത്തിൽ ചെല്ലണമെന്നാണ് പറയണത്. ഫറോവയുടെ ഏകാധിപത്യത്തിനെതിരെ, അവൻ കാണിക്കുന്ന പേക്കൂത്തുകൾക്കെതിരെ വർത്തമാനം പറയണം. അതൊരു വിശ്വാസിയുടെ ധർമ്മമാണ്, കർത്തവ്യമാണ് എന്ന് പറഞ്ഞിട്ട് അള്ളാഹ് വിട്ടയക്കുന്നുണ്ടല്ലോ. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മുഫസ്സിരീങ്ങൾ പറയണം, എന്താ? ലാ തഖാഫ മിൻ ഫിർഔൻ. മൂസനോട് അള്ളാഹ് പറയാ, ഫിർഔനെ നീ പേടിക്കേണ്ടതില്ല. എന്താ കാര്യം? ഫഇന്നനി മഅകുമാ അസ്മഉ കലാമകുമാ വഅറാ അഫ്ആലകുമാ. നിങ്ങൾ പറയുന്നതും നിങ്ങൾ ചെയ്യുന്നതുമൊക്കെ ഞാൻ കാണുന്നുണ്ട്, ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്.
അതുകൊണ്ട് നിങ്ങൾ ഫറോവയുടെ അടുത്ത് പോകണം, എന്നിട്ട് വർത്തമാനം പറയണം, അവരെ താങ്കളോടൊപ്പം ഇങ്ങോട്ട് ഇറക്കി വിടാൻ, അവരെ തൊട്ടുപോകരുതെന്ന്, ആക്രമിക്കരുതെന്ന്, പ്രയാസപ്പെടുത്തരുതെന്ന്, അവരുടെ ആവശ്യങ്ങൾ തടഞ്ഞു വെക്കരുതെന്ന് അവനോട് പറയണം. എന്ന് മാത്രമല്ല, അവർക്ക് സഹിക്കാൻ കഴിയാത്ത ഭാരങ്ങൾ അവരുടെ തലയിൽ കൊടുക്കരുത്. നോക്കൂ നിങ്ങൾ, മർദ്ദകനായ ഒരു ഭരണകൂടത്തിന് മുമ്പിൽ ചെന്നിട്ട് വിശ്വാസത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് പറയാനുള്ള വർത്തമാനങ്ങൾ എത്ര അച്ചിട്ടാണല്ലോ പഠിപ്പിക്കുന്നത്. ആ പാവപ്പെട്ട ജനസമൂഹത്തിന് താങ്ങാൻ കഴിയാത്ത ഭാരങ്ങൾ നീ അവർക്ക് തലയിൽ വെച്ചു കൊടുക്കരുത് എന്നാണ് പറയുന്നത്. അങ്ങനെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഫറോവയുടെ കൊട്ടാരത്തിൽ ചെല്ലുന്നു, ബനൂ ഇസ്രായേലിന്റെ സമൂഹത്തിന് വേണ്ടി പണിയെടുക്കുന്നു, അവരെ വിമോചിപ്പിച്ചെടുക്കുന്നു. അങ്ങനെ അവർ വിമോചിപ്പിച്ച മാസം എന്ന് പറയുന്നത് ഈ മുഹറം മാസമാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് നബിയെ കുറിച്ച് പറഞ്ഞപ്പോഴും അല്ല പറഞ്ഞത് എന്താ? എന്തിനാണ് മുഹമ്മദ് നബി അല്ല കൊണ്ടുവന്നത്? ജനങ്ങളുടെ മുതുകുകൾ ഞെരുക്കുന്ന ഭാരങ്ങൾ ഇറക്കി വെക്കാൻ, ജനങ്ങളെ വരിഞ്ഞു മുറുക്കുന്ന ചങ്ങലക്കെട്ടുകൾ പൊട്ടിച്ചെറിയാൻ. ഇതിനാണ് അള്ളാഹുവിന്റെ റസൂലിനെ അല്ല പറഞ്ഞയച്ചത് എന്ന. എന്താണ് ഈ പറഞ്ഞത്? ജനങ്ങളെ ഞെരുക്കിക്കൊണ്ടിരിക്കുന്ന ഭാരങ്ങൾ ഇറക്കിക്കൊടുക്കാൻ, ജനങ്ങളെ വരിഞ്ഞു മുറുക്കിയ ചങ്ങലക്കെട്ടുകളെ പൊട്ടിച്ചെറിയാൻ, അവരെ സ്വതന്ത്രരാക്കാൻ, അവരുടെ അവകാശങ്ങൾ നേടിക്കൊടുക്കാൻ, അവർക്ക് ജീവിക്കാനുള്ള അവകാശം നേടിക്കൊടുക്കാൻ. ഇതിനാണ് മുഹമ്മദ് നബിയെ പറഞ്ഞയച്ചതെന്ന് ഖുർആൻ പറയാൻ. നിങ്ങൾ നോക്കൂ, ഒരുപാട് തരത്തിലുള്ള ഭാരങ്ങൾ മനുഷ്യൻ പേറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ മനുഷ്യനെ അടിമയാക്കുന്ന, തന്നെക്കാൾ താഴ്ന്ന ജാതിക്കാരനായതുകൊണ്ട് അവന്റെ മുഖത്തേക്ക് മൂത്രമൊഴിക്കാൻ പോലും മടിയില്ലാത്ത ആളുകൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ ആയത്തിന്റെ പ്രത്യേകിച്ച് വിശദീകരണമൊന്നും പറയേണ്ടതില്ലല്ലോ. ഇല്ലല്ലോ. പ്രിയമുള്ളവരെ, നമ്മൾ വിശ്വാസികളാണ്, ആ പ്രവാചകന്മാരുടെ പിൻഗാമികളാണ് നമ്മൾ. വിമോചനമായിരുന്നു പ്രവാചകന്മാരുടെ ലക്ഷ്യം. ഈ കാലഘട്ടത്തിൽ സത്യവിശ്വാസികൾ എന്ന നിലക്ക് നമുക്ക് നിർവഹിക്കാനുള്ളതും അതുതന്നെയാണ്. ഏതൊക്കെ തരത്തിൽ അടിമത്തത്തിൻ്റെ കീഴിൽ കഴിഞ്ഞുകൂടുന്നുണ്ടോ ജനവിഭാഗങ്ങൾ, അത് ഏത് തരത്തിലുള്ള അടിമത്തവുമാകാം, പ്രത്യയശാസ്ത്രങ്ങളുടെ അടിമയാകാം, സംഘടനകളുടെ അടിമയാകാം, ഭരണകൂടത്തിൻ്റെ അടിമയാകാം, എവിടെയായിരുന്നാലും അത്തരത്തിലുള്ള ആളുകളെ വിമോചിപ്പിച്ചെടുക്കുക എന്നതാണ് ഇസ്ലാമിന്റെ ലക്ഷ്യം, വിശ്വാസികളുടെ ലക്ഷ്യം നമ്മൾ തിരിച്ചറിയണം. നിങ്ങൾ കേട്ടിട്ടില്ലേ, മഹാനായ റിബിഅ ബിൻ ആമിർ റുസ്തമിന്റെ കൊട്ടാരത്തിലേക്ക് കയറി ചെല്ലുന്നൊരു ചിത്രം നമുക്ക് വായിക്കാൻ കഴിയും. അങ്ങനെ പേർഷ്യൻ സേനാനായകൻ റുസ്തം ചോദിക്കുന്നുണ്ട്, നീ ആരാണ്, നീ എന്തിനാണ് വന്നത്? ആരാണെന്നറിയോ? റിബിഅ ബിൻ ആമിർ എന്ന് പറയുന്ന ഒരു ആട്ടിടയൻ, ആടുമേച്ച് ജീവിക്കുന്ന റിബിഅ ബിൻ ആമിർ പേർഷ്യൻ സേനാനായകനായ റുസ്തമിന്റെ കൊട്ടാരത്തിലേക്ക് കയറി ചെല്ലുന്നുണ്ട്. കയറി ചെല്ലുമ്പോൾ ചോദിക്കുന്നുണ്ട്, മൻ അൻതും, ആരാ നിങ്ങൾ, ആരാണ് നീ, എന്തിനാണ് വന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ലവലേശം പോലും കൂശാതെ തൻ്റെ ഇടത്തോടുകൂടി ആർജവത്തോടുകൂടി തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പേർഷ്യൻ സേനാനായകന്റെ കൊട്ടാരത്തിൽ ചെന്നിട്ട് ആ റിബിഅ ബിൻ ആമിർ പറയുന്നൊരു വർത്തമാനമുണ്ട്, ഇബ്തഅസനല്ലാഹ്, പടച്ചോനാ ഞങ്ങളെ നിയോഗിച്ചത്, പടച്ചവനാ ഞങ്ങളെ നിയോഗിച്ചത്. എന്തിനാണെന്നറിയോ? മനുഷ്യരുടെ അടിമത്തത്തിൽ നിന്ന് പടച്ചറബിന്റെ അടിമത്തത്തിലേക്ക് ക്ഷണിക്കാൻ, അനീതിയിൽ നിന്ന് ഇസ്ലാമിന്റെ നീതിയിലേക്ക് വിമോചിപ്പിക്കാൻ, ഇഹലോകത്തിന്റെ കുടിസിൽ നിന്ന് ഐഹികവും പാരത്രികവുമായ വിശാലതയിലേക്ക് മനുഷ്യരെ ക്ഷണിക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് റിബിഅ ബിൻ ആമിർ നടന്നൊരു വർത്തമാനമുണ്ട് അവിടെ ചെന്നിട്ട്. ഞാൻ അദ്ദേഹം ഇങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ റുസ്തം ഇങ്ങനെ ഇന്ന് ആലോചിക്കുകയാണ്. ഈ സമയം റുസ്തമിന്റെ കൊട്ടാരത്തിലെ മറ്റുള്ള ആളുകളുണ്ടല്ലോ, അവര് റുസ്തമിനോട് ചോദിക്കുന്നുണ്ട്, ഈ കൽബിന്റെ വാക്വിലാസത്തിൽ നിങ്ങൾ പെട്ടുപോയോ? ഒരു പീറച്ചെറുക്കം വന്നിട്ട് എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞപ്പോഴേക്ക് അതിലങ്ങ് വീണുപോയോ എന്ന് ചോദിക്കുമ്പോൾ റുസ്തം തിരിച്ചു പറയുന്നൊരു മറുപടി ഉണ്ട്, അവന്റെ വസ്ത്രത്തിലേക്ക് നിങ്ങൾ നോക്കണ്ട, കീറിപ്പറഞ്ഞ വസ്ത്രമായിട്ടാണല്ലോ വന്നത്, അവന്റെ വസ്ത്രത്തിലേക്ക് നിങ്ങൾ നോക്കണ്ട, അവൻ പറഞ്ഞ അഭിപ്രായത്തിലേക്ക് നിങ്ങൾ നോക്ക് എന്ന് റുസ്തം പറയുന്നുണ്ട്. ഞാൻ പറയുന്നത്, പ്രിയമുള്ളവരെ, യഥാർത്ഥത്തിൽ ഇതുതന്നെയാണ് എക്കാലഘട്ടത്തിലുമുള്ള വിശ്വാസികളുടെയും ദൗത്യം എന്ന് പറയുന്നത്. ഈ ചങ്കൂറ്റത്തോടുകൂടി, ഈ തൻ്റെ ഇടത്തോടുകൂടി മനുഷ്യ വിമോചനം ലോകത്ത് സാധ്യമാക്കുക എന്നതാണ്. എല്ലാവിധ തെറ്റായ വിശ്വാസങ്ങളിൽ നിന്ന്, തെറ്റായ ആചാരങ്ങളിൽ നിന്ന്, കൃത്രിമമായ അടിമത്തത്തിൽ നിന്ന് മനുഷ്യ മക്കളെ മോചിപ്പിക്കുക,
അതുവഴി ഈ ലോകത്ത് സമാധാനപൂർണമായ ജീവിതം, മരണാനന്തരം സ്വർഗീയ ജീവിതം നേടിക്കൊടുക്കുക. ഇതൊക്കെയാണ് സത്യവിശ്വാസികൾ എന്ന നിലക്ക് നമുക്ക് നിർവഹിക്കാനുള്ളത് എന്ന് അള്ളാഹുവിൻ്റെ ദീൻ വ്യക്തമാക്കുകയാണ്. മുഹറം മാസവും നമ്മോട് പറയുന്നതും അതുതന്നെയാണ്. ഈ ഒരു ചങ്കൂറ്റം അത് വിശ്വാസികൾക്ക് എല്ലാ കാലത്തും ഉണ്ടാകേണ്ടതുണ്ട്. ഭരണകൂടങ്ങളും രാഷ്ട്രീയ പാർട്ടികളുമൊക്കെ വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് ന്യൂനപക്ഷ വിരുദ്ധമായ പല തീരുമാനങ്ങളും നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോൾ അത്തരം നിലപാടുകൾക്കെതിരെ കൈപൊക്കാനുള്ള, വർത്തമാനം പറയാനുള്ള, ശബ്ദിക്കാനുള്ള ചങ്കൂറ്റം ഈ കാലഘട്ടത്തിലെ വിശ്വാസികൾക്കും ഉണ്ടാകണം എന്ന് തന്നെയാണ് ഓരോ മുഹറവും, ഓരോ കർബലയും, ഓരോ ഹിജറിയും ഒക്കെയും നമ്മോട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. പ്രിയമുള്ളവരെ, നമുക്കറിയാമല്ലോ, മനുഷ്യ ചരിത്രത്തിൽ നിരന്തരം ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പാതകമാണ് ഭരണകൂട ഭീകരത എന്ന് പറയുന്നത്. ഭരണകൂടത്തിൻ്റെ സ്പോൺസർഷിപ്പോടുകൂടി നടക്കുന്ന അതിക്രമങ്ങൾ എന്ന് പറയുന്നത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. അതൊരുപാട് കാലത്തിൻ്റെ പഴക്കം അതിനുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അധികാരത്തിൻ്റെ ഭ്രാന്ത് ഒരു ഭരണാധികാരിയെ എത്രമാത്രം അന്ധനും ക്രൂരനുമാക്കുമെന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഫറോവ എന്ന് പറയുന്നത്. ഇനി ഫറോവയിലേക്കൊന്നും പോകേണ്ടതില്ല. അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിലും അഭിനവ ഫറോവമാർ, പുതിയ കാലഘട്ടത്തിലെ ഫറോവമാർ, ആ ഫറോവയുടെ പിൻഗാമികൾ അരങ്ങുവാണ് കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് ഞാനും നിങ്ങളുമൊക്കെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അധികാരം നിലനിർത്താൻ വേണ്ടിയിട്ട് എന്ത് നെറികേടും ചെയ്യാൻ, എന്ത് തീരുമാനങ്ങളും എടുക്കാൻ, എന്ത് തീരുമാനങ്ങളും നടപ്പിലാക്കാൻ ഒരു മടിയുമില്ലാത്ത ഭരണാധികാരികളുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഒതുങ്ങിയിരിക്കാൻ അനുവാദം ഇസ്ലാം നൽകുന്നില്ല. നമ്മൾ എഴുന്നേറ്റ് നിൽക്കേണ്ടതുണ്ട്, പണിയെടുത്തുകൊണ്ടേയിരിക്കേണ്ടതുണ്ട്. നിങ്ങൾ കണ്ടില്ലേ, കഴിഞ്ഞ ഖുത്ബയിലൂടെയൊക്കെ ഞാൻ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ കേരളത്തിൽ പോലും മതവിശ്വാസികളുടെ എതിർപ്പ് പോലും അവഗണിച്ചുകൊണ്ട് പലതും വിദ്യാലയങ്ങളിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. മതപരമായ പലതും അവിടുന്ന് എടുത്തു കളഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇപ്പം അവസാനം നമ്മൾ കണ്ടില്ലേ, വിദ്യാലയങ്ങളിൽ ഇപ്പോൾ ഇതാ ലക്ഷക്കണക്കിന് വിശ്വാസികളെ ബാധിക്കുന്ന വിധത്തിൽ, മദർസ പഠനം ഒരുപക്ഷെ നഷ്ടപ്പെട്ടു പോകുന്ന വിധത്തിൽ, അതിനെ ബാധിക്കുന്ന രൂപത്തിൽ സ്കൂൾ സമയത്തെ മാറ്റണം, ക്രമീകരിക്കണമെന്നൊക്കെ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ഒരേ വാശി പിടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഞാൻ പറയുന്നത്, നമ്മൾ ഓർക്കേണ്ടത് ഇസ്ലാമിൻ്റെ ശത്രുക്കൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ പോലെ തന്നെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ എങ്ങനെയാണ് അവർ പേടിപ്പിച്ചത്? ഓലപ്പാമ്പുകളെ കാണിച്ചിട്ടാണ്, മരീഷന്മാരെ കൊണ്ടുവന്ന് ഓലപ്പാമ്പുകളെ കാണിച്ചിട്ടാണ് പേടിപ്പിച്ചത് എന്നതുപോലെ ഇനിയും അത് തുടർന്നുകൊണ്ടേയിരിക്കും. ഇസ്ലാമിൻ്റെ വക്താക്കളെ, ഇസ്ലാമിന് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുന്നവരെ പലതരത്തിലുള്ള ഉമ്മാക്കികളും കാണിച്ച്, പലതരത്തിലുള്ള നിലപാടുകളും കാണിച്ച്, പലതരത്തിലുള്ള ഓലപ്പാമ്പുകളെയും കാണിച്ച് നമ്മളെ പേടിപ്പിക്കാൻ, വിശ്വാസികളെ അടക്കിയിരുത്താൻ, സമുദായത്തെ ഒതുക്കിയിരുത്താൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുമെന്ന് ഞാനും നിങ്ങളും തിരിച്ചറിയണം. അത് മനസ്സിലാക്കിക്കൊണ്ടേയിരിക്കണം. ഭരണകൂടത്തിൻ്റെ നെറികേടിനെതിരെ ശബ്ദിക്കുന്നവരെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ എല്ലാ കാലഘട്ടത്തിലും നടന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇന്നും ലോകത്തുണ്ട്, ഇന്ത്യയിലുണ്ട്, നമ്മൾ ജീവിക്കുന്ന കേരളത്തിലുമുണ്ട്. പറയാതിരിക്കാൻ നമുക്ക് കഴിയില്ല. ഇതൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാകണം. ഇതിന് പ്രവാചകരുടെ വരവോളം പഴക്കമുണ്ട്. പക്ഷെ അവിടെയൊന്നും ആ പ്രവാചകന്മാരുടെ അനുയായികളോ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണിച്ചിട്ട് ഇസ്ലാമിനെയും ഇസ്ലാമിൻ്റെ ആളുകളെയും വിശ്വാസികളെയൊക്കെ പേടിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അവിടെയൊന്നും തോറ്റുപോയിട്ടില്ല, ഭീരുക്കളായിട്ടില്ല. വിശ്വാസികളെ കുറിച്ച് ഖുർആൻ പറഞ്ഞതാണല്ലോ, യുജാഹിദൂന ഫീ സബീലില്ലാഹ്, അവർ അള്ളാഹിന്റെ മാർഗത്തിൽ പണിയെടുത്തുകൊണ്ടിരിക്കും, ദീനിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി അവർ പണിതുകൊണ്ടിരിക്കും. വലാ യഖാഫൂന ലൗമത ലൈം, ഒരാക്ഷേപകന്റെയും ആക്ഷേപത്തെ വിശ്വാസി സമൂഹം ഭയപ്പെടില്ല എന്നാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, വിശ്വാസി ഭീരുവാകാൻ പാടില്ല. ചങ്കൂറ്റത്തോടെ, തൻ്റെടത്തോടെ, തലയെടുപ്പോടെ എഴുന്നേറ്റ് നിൽക്കാൻ നമുക്ക് കഴിയണം. നമ്മൾ ഭയപ്പെടേണ്ടത് പടച്ച റബ്ബിനെ മാത്രമാണ്. നമ്മൾ വരവേൽപ്പിക്കേണ്ടത് അവനിൽ മാത്രമാണ്. പടച്ചോൻ ചോദിച്ചില്ലേ, അലൈസല്ലാഹു ബികാഫിൻ അബ്ദഹു, അള്ളാന്റെ അടിമയ്ക്ക് അല്ല പോൽ. വല്ലാത്തൊരു ചോദ്യമാണത്. അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ എഴുന്നേറ്റ് നിൽക്കുന്ന, പോരാടാൻ ആഗ്രഹിക്കുന്ന, സത്യത്തിനും നന്മയ്ക്കും നീതിക്കും വേണ്ടി കൈപൊക്കാൻ ആഗ്രഹിക്കുന്നവരോടുള്ള സാന്ത്വനത്തിന്റെ, ആശ്വാസത്തിന്റെ ചോദ്യം. എന്താ ചോദ്യം എന്നറിയോ? അലൈസല്ലാഹു ബികാഫിൻ അബ്ദഹു,
അള്ളാഹിൻ്റെ അടിമയ്ക്ക് അവൻ പോരെ, അല്ല പോരെ എന്നാണ്. അള്ളാഹു അല്ലാത്ത മറ്റാരുടെ സംരക്ഷണമാണ് നമുക്ക് വേണ്ടത്. ഇതാണ് വിശ്വാസികളോട് ചോദിച്ചു കൊണ്ടിരിക്കുന്നത്. അള്ളാഹു അല്ലാത്ത മറ്റു പലരെയും വെച്ച് വിശ്വാസി സമൂഹത്തെ പേടിപ്പിക്കാൻ പലരും ശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് അല്ല പോരെ എന്നുള്ള ചോദിക്കാം. ഇത് നമുക്ക് പ്രചോദനമാകണം. വിശ്വാസികളോടുള്ള ചോദിക്കുന്നൊരു ചോദ്യം ഉണ്ടല്ലോ, ഫമാ ലക്കും ലാ തുഖാതിലൂന ഫീ സബീലില്ലാഹ്. സൂറത്തുൻ നിസായിലൊരു ചോദ്യമാണത്. 75-ാമത്തെ ആയത്താ. നമ്മളൊക്കെ ഒന്ന് പഠിക്കേണ്ട ആയത്ത് കൂടിയാണത് ഈ കാലഘട്ടത്തിൽ. പ്രത്യേകിച്ചും ഫമാ ലക്കും ലാ തുഖാതിലൂന ഫീ സബീലില്ലാഹ്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പോരാടാതിരിക്കാൻ നിങ്ങൾക്ക് എന്താ ന്യായമെന്നാണ്. അതിൻ്റെ ബാക്കി എന്താണെന്നറിയോ? വൽ മുസ്തദഅഫീന മിനർ റിജാലി വന്നിസാ വൽ വിൽദാൻ അല്ലദീന യഖൂലൂന റബ്ബനാ അഖ്രിജ്നാ മിൻ ഹാദിഹിൽ ഖറിയത്തിൽ ളാലിം. ഒരു വിഭാഗം ആളുകൾ, സ്ത്രീകൾ, കുട്ടികൾ, വൃദ്ധരായ ആളുകൾ, അവരിങ്ങനെ കൈ ഉയർത്തി ചോദിച്ചു കൊണ്ടിരിക്കുക, പടച്ചോനെ ഞങ്ങൾക്കൊരു സഹായിയെ തരണം, രക്ഷകനെ തരണം. ജീവിച്ചു മടുത്തുകൊണ്ടിരിക്കുന്നു, അനുഭവിച്ചു മടുത്തുകൊണ്ടിരിക്കുന്നു. ഞങ്ങളെ ഈ കണിയിൽ നിന്ന്, ദുരിതത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ആരുമില്ലേ എന്ന് ചോദിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ദുർബലരായ സ്ത്രീകൾ, കുട്ടികൾ, വൃദ്ധന്മാർ. ഇങ്ങനൊരു വിഭാഗം കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് വേണ്ടി ശബ്ദിക്കാതിരിക്കാൻ, അവർക്ക് വേണ്ടി കൈവക്കാതിരിക്കാൻ, അവർക്ക് വേണ്ടി വർത്തമാനം പറയാതിരിക്കാൻ എന്ത് ന്യായമാണ് നിങ്ങൾക്കുള്ളത് എന്ന് സേഫ് സോണിൽ ജീവിക്കുന്ന നമ്മോടാ ചോദിക്കണത്. നമ്മൾ സേഫ് സോണിലാണല്ലോ. പറയത്തക്ക പ്രയാസങ്ങളൊന്നും പാലക്കാട് ജില്ലയിലെ ഈ പുതുക്കോട് ഭാഗത്ത് ജീവിക്കാൻ നമുക്കില്ല. സാമ്പത്തികമായിട്ട്, രാഷ്ട്രീയമായിട്ടൊന്നുമില്ലല്ലോ, വലിയ പ്രശ്നങ്ങളൊന്നും നമുക്കില്ല. അങ്ങനെ ഒരു സുന്ദരമായ സേഫ് സോണിൽ ഇരിക്കുന്ന ആളുകളുടെ ഖുർആന്റെ ചോദ്യം അല്ല. നിങ്ങൾ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ പ്രയാസം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന, നീതി നിഷേധത്തിന് ഇരകളായിക്കൊണ്ടിരിക്കുന്ന, അക്രമങ്ങൾക്ക് ഇരകളായിക്കൊണ്ടിരിക്കുന്ന, അടിമകളായിക്കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗത്തിന് വേണ്ടി ശബ്ദിക്കാതിരിക്കാൻ, വർത്തമാനം പറയാതിരിക്കാൻ, ഒരു ചെറുവിരലെങ്കിലും പൊക്കാതിരിക്കാൻ എന്താ നിങ്ങൾക്ക് ന്യായമെന്ന ഈ ആയത്തിനെ മുഫസ്സിറുകൾ വിശദീകരിക്കുന്നുണ്ട്. ഫമാ ലക്കും ലാ തുഖാതിലൂന ചോദ്യം, ഇതിനെ മുഫസ്സിരിങ്ങൾ പറയുന്നത് ഇതൊരു അത്ഭുതത്തിൻ്റെ ചോദ്യമാണെന്നാണ്. നോക്കൂ നിങ്ങൾ, ഇതൊരു അത്ഭുതത്തിൻ്റെ ചോദ്യമാണെന്നാണ്. എന്താണ് അത്ഭുതം? മുഫസ്സിരിങ്ങൾ വിശദീകരിക്കുകയാണ്. അല്ല മനുഷ്യരെ, വിശ്വാസികളെ, നിങ്ങൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ചുറ്റുപാടിൽ ഇങ്ങനെയൊക്കെ നടക്കുമ്പോൾ, ഇങ്ങനെയൊക്കെ അക്രമങ്ങളും അനീതികളും മർദ്ദനങ്ങളും നടക്കുമ്പോൾ, സ്ത്രീകളും കുട്ടികളുമൊക്കെ പരിവഴിയിലാകുമ്പോൾ, വൃദ്ധന്മാർ വരെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, ഇങ്ങനത്തെയൊരു സാഹചര്യത്തിൽ നിങ്ങൾ ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് നമ്മൾ ചോദിക്കുമല്ലോ, വല്ലാത്തൊരു ചോദ്യമാണത്. നിങ്ങൾക്ക് എങ്ങനെയാണ് മിണ്ടാതിരിക്കാൻ? അത്ഭുതമാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെയൊക്കെ ലോകത്ത് നടക്കുമ്പോഴും നാട്ടിൽ നടക്കുമ്പോഴും ഇമാതിരി നിയമങ്ങളും തീരുമാനങ്ങളൊക്കെ നടപ്പിലാക്കുമ്പോൾ, ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് ഒരു വിശ്വാസിയായിട്ട് നിങ്ങൾക്ക് മിണ്ടാതിരിക്കാൻ കഴിയുന്നത്? മൗനികളായിട്ട് സേഫ് സോണിൽ ജീവിക്കാൻ കഴിയുന്നത് വല്ലാത്ത അത്ഭുതമാണ് കേട്ടോ എന്ന രീതിയിലാണ് ആ ചോദ്യമെന്ന് മുഫസ്സിരീങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല, ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് വീണ്ടും പണ്ഡിതന്മാർ പറയാം, ആരാ നിലവിളിച്ചുകൊണ്ടിരിക്കുന്നത്, ആരാ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്? വലാ ഹീലത ലഹും, ഒരു തന്ത്രങ്ങളുമില്ലാത്ത, ആരോടും പറയാൻ കഴിയില്ലാത്ത, പടച്ചറബിന്റെ സഹായമല്ലാത്ത മറ്റൊന്നും പ്രതീക്ഷയില്ലാത്ത ഒരു വിഭാഗം കൈകൾ ഉയർത്തി ചോദിക്കുമ്പോൾ നിങ്ങളെന്തേ മൗനികളായിട്ടിരിക്കുന്നത് എന്ന ഇതൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാകണം. പ്രിയമുള്ളവരെ, നമ്മൾ വിചാരിച്ച് ഇങ്ങനെ 5 നേരം പള്ളിയിലൊക്കെ നമസ്കരിച്ച് നോമ്പെടുത്ത് പറ്റുമെങ്കിൽ ഹജ്ജൊക്കെ ചെയ്താൽ നമ്മുടെ ഇസ്ലാം പൂർണ്ണമായിരുന്ന അല്ല. ആ നമസ്കാരത്തിലൂടെയും നോമ്പിലൂടെയും ഹജ്ജിലൂടെയൊക്കെ നേടിയെടുക്കേണ്ട ചില മൂല്യങ്ങളുണ്ട്, ചില കരുത്തുകളുണ്ട്. ആ കരുത്തെന്തിനാണെന്നറിയോ? ഇങ്ങനെ നാട്ടിലേക്ക് ഇറങ്ങാനാ, സമൂഹത്തിലേക്ക് ഇറങ്ങാനാ, ഭരണകൂടത്തിന്റെ നെറികേടുകൾക്കെതിരെ വർത്തമാനം പറയാനാ, ഇസ്ലാമിന്റെ തനതായ മൂല്യങ്ങളെ സംരക്ഷിച്ചു നിർത്താനാ. ഇതിനൊന്നും നമ്മളെ കൊണ്ട് പറ്റുന്നില്ലെങ്കിൽ പിന്നെ നമസ്കാരം മാത്രം ചെയ്തിട്ട് എന്താ കാര്യം കിട്ടാൻ പോകുന്നത്? നോക്കൂ നിങ്ങൾ നമ്മുടെ ചുറ്റുപാടിലേക്ക്. നീതി എന്ന് പറയുന്നത് കിട്ടാക്കനിയായി മാറിക്കൊണ്ടിരിക്കുക. അതിക്രമം എന്ന് പറയുന്നത് അത് വേൾഡ് അടിസ്ഥാനത്ത് ഒരു പ്രതിഭാസമായി മാറിക്കൊണ്ടിരിക്കുക. ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ മനുഷ്യനെ വേർതിരിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ നോക്കൂ, ഇന്നലെ മതത്തെ ഒന്നൊരു വാർത്ത ഉണ്ടല്ലോ, ഫാഷിസമാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യ രാജ്യം.
ഇപ്പോൾ പാഠപുസ്തകത്തിൽ പോലും 8ാം ക്ലാസ്സിൽ കുട്ടികൾ പഠിക്കുന്ന പാഠപുസ്തകത്തിൽ എൻ്റെ 2ാം ഭാഗം ഒക്ടോബറിൽ ഇറങ്ങാൻ പോവുകയാണ്. അതിൽ പോലും ചരിത്രത്തെ വളച്ചൊടിച്ചുകൊണ്ടാണ് അടുത്തത് വരാൻ പോണത്. NCERT 8ാം ക്ലാസ്സിലെ കുട്ടികളെ സോഷ്യൽ 2ാം ഭാഗം ഇറങ്ങാൻ പോവുക. അതിൽ വരാനിരിക്കുന്ന ചില കാര്യങ്ങൾ എന്താണെന്നറിയോ? മുഗൾ ഭരണാധികാരികളെക്കുറിച്ച് വളരെ ക്രൂരന്മാരായി വർഗീയവാദികളായി ചിത്രീകരിക്കുക. അതാണ് കുട്ടികളെ പഠിപ്പിക്കാൻ പോണത്. അക്ബറും ബാബറും ഔറംഗസീബും ഒക്കെ ജഹാംഗീറുമൊക്കെ, അക്ബറും ജഹാംഗീറും ഇസ്ലാമിൻ്റെ വലിയ ആളുകളൊന്നും ആയിരുന്നില്ല കേട്ടോ, അത് വേറെ പഠിക്കേണ്ടതാണ്. അതുമായി ബന്ധപ്പെട്ട വേറെ വിഷയങ്ങളുണ്ടെങ്കിൽ പോലും അക്ബറും ബാബറും ഔറംഗസീബൊക്കെ മാതൃകാപരനായ ഭരണാധികാരിയ ലോകത്ത്. ഈ ഔറംഗസീബിനെ കുറിച്ചും അക്ബറെ കുറിച്ചും ബാബറെ കുറിച്ചുമൊക്കെ അവർ വർഗീയവാദികളാണെന്നും അവർ തീവ്രവാദികളാണെന്നും ഇനി കുട്ടികളെ പഠിപ്പിക്കാൻ പോണത്. ശിവാജി ഏറ്റവും നല്ലവനായി കുട്ടികൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുക. മുഗൾ സാമ്രാജ്യത്വത്തിൻ്റെ സ്ഥാപകനായ ബാബറിനെ കുറിച്ച് ആ വരാനിരിക്കുന്ന പുസ്തകത്തിൽ ചില ഡയലോഗ് ഞങ്ങളെ കേൾപ്പിക്കാം. കുട്ടികളെ പഠിപ്പിക്കാനുള്ള ചില വരികളാണ് കേട്ടോ. എങ്ങോട്ടാണ് കാര്യങ്ങൾ പോകണമെങ്കിൽ തിരിച്ചറിയണം. അതിൽ ചില വരികൾ ഇങ്ങനെയാണ് ആ പാഠപുസ്തകത്തിലെ. എന്താണെന്നറിയോ? ക്രൂരനും നിർദ്ദയനുമായ കീഴടക്കുന്നവൻ എന്നാണ് ബാബറെക്കുറിച്ച്, മുഗൾ ഭരണത്തിന് തുടക്കം കുറിച്ച ബാബറെക്കുറിച്ച് പ്രയോഗിച്ചിരിക്കുന്നത്. എന്ന് മാത്രമല്ല, മുഴുവൻ ജനങ്ങളെയും കൊന്നൊടുക്കി സ്ത്രീകളെയും കുട്ടികളെയും അടിമകളാക്കി കൊല്ലപ്പെട്ട തലയോട്ടികൾ കൊണ്ട് തലയോട്ടി മാടകൾ നിർമ്മിക്കുകയും ചെയ്തു എന്ന് വരെ ഇറങ്ങാനിരിക്കുന്ന പുസ്തകത്തിൽ അച്ചടിച്ചു വച്ചിരിക്കുക. മനസ്സിലാക്കണം, ഞാൻ പറയുന്നത് ഇങ്ങനെയൊക്കെ നമ്മുടെ ചുറ്റുഭാഗത്ത്, നമ്മുടെ രാജ്യത്ത് എല്ലാത്തിനെയും ഇല്ലാതാക്കി, എല്ലാ മൂല്യങ്ങളെയും ഇല്ലാതാക്കി, കുട്ടികളിൽ നിന്ന് പോലും മതപരമായ ചിന്തകളെപ്പോലും എടുത്തു കളയുന്ന വിധത്തിൽ എന്തൊക്കെയോ നമ്മുടെ നാട്ടിലും സമൂഹത്തിലുമൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ മുഹറത്തിൻ്റെ, ഹിജറയുടെ, കർബലയുടെ പാരമ്പര്യമുള്ള വിശ്വാസികൾക്ക് ഒരിക്കലും നോക്കി നിൽക്കാൻ കഴിയില്ല. ഇതിനെല്ലാം നേതൃത്വം കൊടുക്കുന്നവരുടെ മുഖത്ത് നോക്കി വിരൽ ചൂണ്ടി സംസാരിക്കാനുള്ള ആർജവം വിശ്വാസികളിലാണ്. അല്ലാഹു റസൂലിനോട് ചോദിച്ചല്ലോ, ഏതാ റസൂൽ അഫ്ദലുൽ ജിഹാദ്, ഏറ്റവും ശ്രേഷ്ഠമായ ജിഹാദ് ഏതാ റസൂൽ എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താ? കലിമത്തു ഹഖ്ഖിൻ ഇൻദ സുൽത്താനിൻ ജാഇർ. അധർമ്മകാരിയായ ഭരണാധികാരിയുടെ മുഖത്ത് നോക്കിയിട്ട് സത്യം വിളിച്ചു പറയലാണ്. അനീതി കാണിക്കുന്ന ഭരണാധികാരിയുടെ മുഖത്ത് നോക്കിയിട്ട് നീതി എന്താണെന്ന് വിളിച്ചു പറയലാണ്. അതാണ് യഥാർത്ഥത്തിലുള്ള ശ്രേഷ്ഠമായ ജിഹാദ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു പറയുക. അപ്പം ഇതന്നെ ഖുർആനും ചോദിക്കുന്നത്. നേരത്തെ പറഞ്ഞല്ലോ, ഫമാ ലക്കും ലാ തുഖാതിലൂൻ, നമസ്കരിക്കുന്ന സമൂഹമേ, നോമ്പെടുക്കുന്ന വിഭാഗമേ, ഹജ്ജ് ചെയ്യുന്ന സമൂഹമേ, സക്കാത്ത് കൊടുക്കുന്ന സമൂഹമേ, എന്തേ നിങ്ങളുടെ നാട്ടിൽ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് വേണ്ടി ശബ്ദിക്കാതിരിക്കാൻ നിങ്ങൾക്ക് എന്താ ന്യായം എന്നാ വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നത്. ഇത് നമ്മുടെ മനസ്സിലുണ്ടാകണം. നമ്മുടെ രാജ്യത്തൊക്കെ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഇത്തരം വർത്തമാനങ്ങൾ തന്നെയാണ്. നിങ്ങൾ കണ്ടല്ലേ, അസമിൽ 1000-ലധികം വീടുകൾ പൊളിച്ചു കളഞ്ഞു. മഹാരാഷ്ട്രയിൽ ക്രിസ്ത്യൻ പള്ളികൾ പൊള്ളിക്കുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. രാജ്യത്തിൻ്റെ പല ഭാഗത്തും ബുൾഡോസർ ആട്ടി നടപ്പിലായിക്കൊണ്ടിരിക്കുക. ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇത്തരം നിലവിളികൾ നമ്മൾ കേൾക്കുന്നില്ലെങ്കിൽ നാളെ മറ്റന്നാൾ നമ്മൾ നിലവിളിക്കുമ്പോൾ നമുക്ക് വേണ്ടി ഇവിടെ ആരും ഉണ്ടാവില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. അത് മഹാരാഷ്ട്രയിലല്ലേ, അത് ആസാമിലല്ലേ, അവിടുത്തെ വീടല്ലേ പൊളിച്ചു കളയണത്, അവിടുത്തെ പള്ളികളല്ലേ പൊളിക്കണത്, നമുക്കൊന്നും കുഴപ്പമില്ലല്ലോ, നമ്മൾ സേഫ് സോണിലാണല്ലോ എന്നൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ നാളെ മറ്റന്നാൾ നമ്മളെയും പൊളിക്കാൻ വരുമ്പോൾ, നമ്മുടെ വീടും ബുൾഡോസർ വെച്ചിട്ട് മാന്തിക്കളയാൻ വരുമ്പോൾ നമുക്ക് വേണ്ടി ശബ്ദിക്കാൻ, നമുക്ക് വേണ്ടി വർത്തമാനം പറയാൻ, നമുക്ക് വേണ്ടി ഒന്ന് കൈവെക്കാൻ ഒരു മനുഷ്യക്കുട്ടി ഉണ്ടാവുക. ഇത് നമ്മൾ തിരിച്ചറിയണം. ഇതൊക്കെ മുഹറം നൽകുന്ന പാഠങ്ങളാണ്. കർബല നൽകുന്ന സന്ദേശം അങ്ങനെ തന്നെയാണ്. കർബല നൽകുന്ന സന്ദേശം അങ്ങനെ തന്നെയാണ്. എന്തിനാ ഹുസൈൻ അല്ലാഹുവിനു പോയതെന്തിനാണ്? സുഖമായിട്ട് അദ്ദേഹത്തിനോട് സുഖിച്ച് കഴിയായിരുന്നു. പക്ഷേ യസീദിൻ്റെ തമ്മാടിത്തരങ്ങൾക്കെതിരെ ശബ്ദിക്കാനാണ് പോയത്. യസീദ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന അനീതിക്കെതിരെ പോരാടാനാണ് അദ്ദേഹം പോയത്. അതൊക്കെ വലിയ വർത്തമാനങ്ങളും പാഠങ്ങളും. അതൊക്കെ പഠിക്കാനും മനസ്സിലാക്കാനൊക്കെ പറയണമെന്ന് ശ്രമിക്കണമെന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന അനീതിയെക്കുറിച്ചും അക്രമങ്ങളെക്കുറിച്ചൊന്നും പറയേണ്ടതില്ലല്ലോ. 2025 ഗുജറാത്തിൽ, 2023 മണിപ്പൂരിൽ, ഹരിയാനയിൽ, ഇപ്പോൾ അവസാനം 2025 രാജ്യത്തിൻ്റെ പല ഭാഗത്തും വംശീയ ഹത്യകൾ നടക്കുമ്പോൾ അന്നും ഇന്നൊക്കെ ഇരകളെ മാറിയിട്ടുള്ള വേട്ടക്കാരൊന്ന് തന്നെയാണ്. മനസ്സിലാക്കണം, ഇരകളെ മാറിയിട്ടുള്ള വേട്ടക്കാരൊന്ന് തന്നെയാണ്. ഇതൊക്കെ മനസ്സിലാക്കണം. അത് കേന്ദ്രത്തിലും നമ്മൾ ജീവിക്കുന്ന നാട്ടിലൊക്കെ അങ്ങനെ തന്നെ അവസ്ഥ. ഇതൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാകണം. 3500-ലധികം വീടുകളാണ് അസമിൽ ഒരാഴ്ച കൊണ്ട് തകർത്തത് എന്നാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് 10,000-ലധികം വീടുകളാണ് അസാമിൽ മാത്രം തകർത്തത് എന്നാണ്.
യുപിയിലും മഹാരാഷ്ട്രയിലുമൊക്കെയായി തകർക്കപ്പെട്ട വീടുകളുടെ എണ്ണം 2 ലക്ഷത്തിലധികമാണെന്നാണ്. അവിടുന്ന് വീട്ടിൽ നിന്ന് കുടിയിറക്കപ്പെട്ടവർ 8 ലക്ഷത്തിലധികം മനുഷ്യരാണെന്നാണ്. ഒരു മേൽക്കൂര പോലുമില്ലാതെ അവരിൽ പലരും കടുത്ത ചൂടിലും തണുപ്പിലുമൊക്കെ മരണത്തിന് കീഴടങ്ങേണ്ടി വരിക. ഇന്ത്യയുടെ കഥയാണ് ഈ പറയുന്നത്. ഞാനും നിങ്ങളും ജീവിക്കുന്നത് ഇന്ത്യ രാജ്യത്തെ കഥയാണത്. അപ്പോൾ ഞാൻ പറയണമെന്നെന്താ അറിയോ, ഇങ്ങനെ ഇന്ത്യത്തെയും കേരളത്തെയും ലോകത്തെയൊക്കെ ചില ചിത്രങ്ങൾ ഇങ്ങനെ മുമ്പിൽ വെച്ചിട്ടാണ് അള്ളാഹ് ചോദിക്കണത്, വമാ ലക്കും ലാ തുഖാതിലൂന ഫീ സബീലില്ലാഹ്. രാജ്യവും നഗരവും ഒക്കെ കത്തിക്കൊണ്ടിരിക്കുമ്പോൾ, പെൺമക്കൾ പിച്ചു ചീന്തപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇവർക്കൊക്കെ വേണ്ടിയിട്ടൊന്ന് ശബ്ദിക്കാതിരിക്കാൻ നിങ്ങൾക്ക് എന്താണ് ന്യായം എന്നാണ് വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ മുഹറം മാസം, അതിലെ കർബല, അതിലെ മൂസാ നബിയുടെ വിമോചന യാത്ര, അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഹിജ്റ യാത്ര, ഇതൊക്കെ തന്നെയും നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സമൂഹത്തിലെ അനീതിക്കും അരാജകത്വത്തിനും അതിക്രമങ്ങൾക്കുമെതിരെ നിങ്ങൾ ഒച്ച വെച്ചുകൊണ്ടേയിരിക്കണം, നിങ്ങൾ മൗനികളായിരിക്കരുത് എന്ന് തന്നെയാണ്. നിങ്ങൾ നിർവഹിക്കുന്ന നമസ്കാരവും നിങ്ങളുടെ തഹജ്ജുദും നിങ്ങളുടെ ആരാധനകളുമൊക്കെ അങ്ങനെ സമൂഹത്തിലേക്ക് ഇറങ്ങി അധർമ്മത്തിനും അനീതിക്കുമെതിരെ പോരാടാനുള്ള കരുത്ത് നേടാനുള്ള വഴികളാണെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ തരത്തിൽ സമൂഹത്തിലേക്ക് ഇറങ്ങാനുള്ള പ്രചോദനമാകണം മുഹറം മാസത്തിലെ പോരാട്ടങ്ങൾ എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. പടച്ച റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ.